രേവതിയുടെ അമ്മ പറയാണ് ഏട്ടനോട് അവളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, അവള് ചെയ്ത് തെറ്റ് തന്നെയാ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, സാരയില്ല മോള് ചെറുപ്പമല്ലേ, അവൾക്ക് അങ്ങനെ എടുത്തിയാട്ടം വാശിയൊക്കെ ഉണ്ടാവും, അതൊന്നും സാരയില്ല. ഇവളെന്നെ അച്ഛനെ പോലെ തന്നെയാ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കതൊരു വിഷമമല്ല. ഞാനാണ് സച്ചിയെ വഴക്ക് പറഞ്ഞിരിക്കുക. അപ്പോഴേക്കും അമ്മ ശിവ അത് വേണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അതൊന്നും സാരയില്ല, ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വഴക്കൊക്കെ ഉണ്ടാകാറുള്ളത്, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട്. അമ്മ എന്നെ ശരിമോളെ ഞാൻ പോയിട്ട് വരാം, ഞാൻ ഇവളെ ആക്കാൻ വേണ്ടി മാത്രം വന്നാന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട്, കുറച്ച് വെള്ളമല്ലേ കുടിച്ചിട്ട് പോകാൻ പറയുമ്പോ ഇല്ല കട തുറക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഓട്ടോയിലേക്ക് പോകുന്നത് നോക്കി രേവതി കരഞ്ഞോണ്ട് നിൽക്കുമ്പോ രവി വന്നിട്ട് പറയണ, മോളെ അകത്തേക്ക് കയറി ചെല്ല്, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മോള് ഇപ്പൊ തോറ്റുപോയെന്നൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ജയിക്കുന്നത് ഈ അച്ഛനെ കാണണം, അതുകൊണ്ടാ. സച്ചിയുടെ സ്വഭാവമല്ല മോൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കും, മോളും സച്ചിയും ഒരുമിച്ച് ജീവിക്കണം, അതാണ് ഈ അച്ഛന്റെ ആഗ്രഹം, മോൾ ഭാര്യ എന്നുള്ള എല്ലാ അവകാശവും സച്ചിയുടെ അടുത്തെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും സച്ചി പാട്ടൊക്കെ കേട്ട് വളരെ കൂളായിട്ടിരിക്കായിരിക്കും. രേവതിയെ കണ്ടുടനെ, ആഹാ ഇതാരായത്, ഞാൻ കാണുന്ന സ്വപ്നമാണോ എന്നൊക്കെ ചോദിച്ച് ഞുള്ളിയൊക്കെ നോക്കുന്നുണ്ട്. സ്വപ്നമൊന്നും അല്ല, അല്ല തമ്പുരാട്ടി എന്തേ വന്നത്, ഈ ഇല്ലത്തുനിന്ന് പോയപ്പോ ഞാൻ കരുതി ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന്, പക്ഷെങ്കിൽ ഇതാ 5 പാട്ട് കേട്ട് ചെയ്തതിനിപ്പറ ഇങ്ങ് വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അല്ല ഞാനങ്ങോട്ട് വരണോന്ന് തിരിക്കാറെന്ന് പറയുമ്പം രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിയിട്ട്, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും വന്ന് വിളിച്ചാ ഞാൻ അങ്ങോട്ട് വരുമെന്ന് ഓർക്കണ്ട. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അയ്യോ മോൾ എന്താ വിചാരിച്ചത്, ഞാൻ കൂട്ടാൻ വരുവാണെന്നോ, അവിടെ വന്ന് സോറ് പറയിപ്പിക്കാൻ വേണ്ടി വന്നതാ എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രല്ല നീ എന്റെ അച്ഛനോട് ദേഷ്യപ്പെട്ടില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് നിന്നെ കൊണ്ട് സോറി പറയിക്കണം എന്ന് ഞാൻ കരുതിയാന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, എന്റെ അച്ഛനോട് ഞാൻ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇയാളുടെ പറഞ്ഞ കാര്യമൊന്നുമില്ല, ആദ്യം എന്നോട് പറഞ്ഞേനെ, എന്നോട് സോറി പറ, എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ ഓഹോ സോറിയോ, ഞാനോ, നടന്നത് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പോയിട്ട് ബാഗിൽ നിന്നും സാരിയൊക്കെ എടുത്ത് കബോർഡിലേക്ക് വെക്കുമ്പോ സച്ചി പറയാണ്, ആ ബാഗിൽ തന്നെ ഇരുന്നോട്ടെ, ആവശ്യമുള്ളത് പിറക്കി എടുത്താൽ മതിയല്ലോ, എപ്പോഴും ബാഗും തൂക്കി പോവാൻ റെഡിയായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാഗ് റെഡിയാക്കി വെച്ചിരുന്ന അത്രയും നല്ലതല്ലേ, ആവശ്യമുള്ളത് മാത്രം ബാഗിൽ എടുത്താൽ മതി. സച്ചി പറയുന്നുണ്ട്, അല്ല ദേഷ്യപ്പെടാനല്ല, ഞാനൊരു ഉപകാരമുള്ള ഒരു കാര്യം പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സച്ചി പാട്ടൊക്കെ പാടി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ സേതുവിനാണെങ്കിലോ ദോശയും കുറെ കറികളൊക്കെ ഒഴിച്ച് ഊട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അവള് പോയ സന്തോഷത്തിനെ മട്ടൻ മേടിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല മോനെ, എന്തായാലും സാരില്ല മോൻ ഇതൊക്കെ കൂട്ടി ഭക്ഷിക്കെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്നിട്ടെന്താ അമ്മേ അവള് പോയവള് തിരിച്ചു വന്നില്ലേ? അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ശരിയാ മോനെ 5 മിനിറ്റ് അവൾ നിന്നില്ലല്ലോ, അവളുടെ അമ്മ കൊണ്ടാക്കിയതാ, ഞാനുണ്ടായിരുന്നെങ്കിൽ ചെറിയ പ്രശ്നം ഞാൻ ഉണ്ടാക്കിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വീട്ടിലേക്ക് രവിയുടെ പഴയ സുഹൃത്തും ഭാര്യയും കൂടി വരുന്നുണ്ട് കേട്ടോ. ആരാ ഇത് കയറി വായെന്നും പറഞ്ഞിട്ട് രവി വിളിക്കുന്നുണ്ട്. അങ്ങനെ വന്നയാളും ഭാര്യയും കൂടിയിട്ട് അകത്തേക്ക് കയറി വരുന്നു. അപ്പോഴേക്കും രവിയാണെങ്കിൽ ചന്ദ്രെ ഇങ്ങോട്ട് വന്നേ, ഇത് ആരാണെന്ന് നോക്കിയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആഹാ ഒത്തിരി കാലമായാലോ കണ്ടിട്ട് എന്ന് ആ പെണ്ണ് ചോദിക്കുമ്പോ രവി പറയുന്നുണ്ട്, ഇങ്ങോട്ടൊക്കെ ഇറങ്ങാലോ എന്നൊക്കെ അവരും പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുധി അങ്ങോട്ട് വരുമ്പോ സുധിയുടെ കാലിലുള്ള മുറിവ് അയാളെ കാണുന്നുണ്ട്. ഇത് എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയാണെന്നും പറഞ്ഞിട്ട് സുധി ആ സോഫയിൽ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേവതിയും വരുന്നുണ്ട്. രവി വിളിച്ചിട്ട് പറയാണ്, രേവതി മോളെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് പിടിച്ചു നിർത്തുമ്പോഴേക്കും അയാൾ ചോദിക്കാണ്, ഓഹോ ഇത് രവിയുടെ മരുമോളാണല്ലേ എന്ന് ചോദിക്കുമ്പോ ആ കൂടെ വന്ന സ്ത്രീ പറയുന്നുണ്ട്, എന്തായാലും നല്ല ഐശ്വര്യമുള്ള കുട്ടി തന്നെയാ, സേതുവിന് നന്നായിട്ട് ചേരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതും കേട്ടുകൊണ്ടാണ് സച്ചി അകത്തുനിന്ന് വരുന്നത്. ഇവർ തമ്മിൽ ചേർച്ചയുണ്ടോ ഇല്ലെന്ന് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രവി ഒന്ന് ഷോക്കാവുന്നു. സച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും, അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറ, ഇവർ തമ്മിൽ ചേർച്ചയുണ്ടോ ഇല്ലയോ നോക്കാൻ നിങ്ങളെന്താ വലിയ കോമ്പറ്റീഷൻ വന്നിരിക്കുകയാണോ, നിങ്ങൾ ജഡ്ജസ് വല്ലാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അവര് പറയാണ്, ഞങ്ങളെയൊന്നും തെറ്റായിട്ട് പറഞ്ഞില്ലല്ലോ, അവർ തമ്മിൽ ചേർച്ചയുണ്ടെന്നല്ലേ മോനെ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, അവൻ അറിയാതെ പറഞ്ഞതാന്ന് പറയുമ്പോ സച്ചി പറയാണ്, അല്ല ഈ ഫ്രോഡ് ഉണ്ടല്ലോ, ഈ ഫ്രോഡ് ഇവന് കല്യാണത്തിന് തൊട്ട് മുമ്പേ തന്നെ കല്യാണത്തിന് മണ്ഡപത്തിന് ഒളിച്ചോടി പോയി, അവസാനമേ ഇവളെ താലിയേറ്റവേ ഞാനാ, ഇവൾ എന്റെ ഭാര്യയാണ് എന്ന് സച്ചി പറയുന്നുണ്ട്. രേവതി അത് കേട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ക്ഷമിക്കണം അവന് അറിയാതെ എന്ന് പറയുമ്പോഴേക്കും അവര് പറയാണ്, അതൊന്നും സാരമില്ല, ഞങ്ങളല്ലേ അറിയാതെ പറഞ്ഞു പോയത്, സോറി മോനെ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. സച്ചി പറയാണ്, അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ മകളുടെ കല്യാണം വിളിക്കാൻ വന്നതാ, അവളുടെ കല്യാണമാണ്, അന്ന് നിശ്ചയത്തിന് ഞങ്ങൾക്ക് സുധീരെ കല്യാണത്തിന് വരാൻ സാധിച്ചില്ല, അന്ന് മകളുടെ നിശ്ചയമായിരുന്നു, അതുകൊണ്ടൊന്നും കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, കല്യാണം വിളിക്കാൻ വിളിച്ചിട്ട് പോയിക്കോണം എന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അവർ ഇറങ്ങി പോകുമ്പോഴേക്കും
ചന്ദ്രൻ ഒന്ന് ചോദിക്കുന്നുണ്ട്. സമാധാനമായല്ലോ, മനുഷ്യൻ നാണം കെടുത്തിയപ്പോ സമാധാനമായില്ലേ? അപ്പോഴേക്കും സച്ചി പറയാണ്, വാ തുറന്നാൽ ഇംഗ്ലീഷ് പറഞ്ഞ് ഇവന് എന്തേ വാ അടച്ച് മിണ്ടാതിരുന്നത്? ഇവന് പറഞ്ഞിടായിരുന്നോ അത് അവന്റെ ഭാര്യയല്ലെന്ന്? ഡേ, നീ എന്താടി മിണ്ടാതിരുന്നത്? നിനക്ക് വാ തുറന്ന് പറഞ്ഞിടായിരുന്നോ ഇവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം? ഇന്ന് സച്ചി ദേഷ്യപ്പെട്ട് അവളോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി അവിടുന്ന് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോന്നു കേട്ടോ. അപ്പോഴേക്കും സച്ചിയോട് അച്ഛൻ ചോദിക്കാണ്, നീ എന്തിനാ രേവതി വെറുതെ വഴക്ക് പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. സുധിയെ താങ്ങി പിടിച്ചുകൊണ്ട് ചന്ദ്രൻ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അമ്പലത്തില് ചന്ദ്ര ഇങ്ങനെ വിഷമിച്ച് നിൽക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭാമ വന്നിട്ട് എന്താ ഒരു വിഷമം പോലെ ചോദിക്കുമ്പോ ഇത്രയൊക്കെ സംഭവം അവിടെ നടന്നല്ലേ എന്നൊക്കെ ഭാമ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, അതെ, ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് ഒരു വിവാഹം നടത്തണം, അതാകുമ്പം ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തൊട്ടു മുമ്പായിട്ട് തന്നെ ചന്ദ്ര ഭർത്താവിനോട് പറയുന്നുണ്ടായിരുന്നു അവനൊരു കല്യാണം കഴിപ്പിക്കണമെന്ന്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ആദ്യം നേരെ നടക്കാൻ പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അവനൊരു ജോലിയായിട്ട് മതി കല്യാണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് ഭാമ പറയാണ്, അവന് പറ്റിയൊരു ആലോചന എന്റെ കയ്യിലുണ്ട്, വലിയ കോടീശ്വരിയായൊരു പെണ്ണ, ഒറ്റ മോള എന്നൊക്കെ പറയുമ്പോൾ അത് മതി, എങ്ങനെയെങ്കിലും ആലോചിച്ച് അതൊന്ന് ഉറപ്പിച്ചതാ ഭാമേ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെ ഫോൺ ചെയ്യാണ്. എടുത്തിട്ട് ഞാൻ ശ്രുതിയാണെന്ന് പറയുമ്പോ മനസ്സിലായി എന്ന് പറയാണ്. അല്ല കാലിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല, ഇപ്പൊ ഭേദമുണ്ടെന്ന് പറയാണ്. ഇപ്പൊ സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ അതിനെന്താ സംസാരിക്കുന്നതിന്, ഡോക്ടർ സംസാരിക്കാൻ പാടില്ലെന്നും പറഞ്ഞില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കാണ്. അപ്പോഴേക്കും ശ്രുതി എനിക്കൊന്ന് കാണണം, മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പം എവിടെയാ കാണാമെന്ന് പറയാണ്. ഞാൻ ലൊക്കേഷൻ ഫോണിലേക്ക് ഇട്ടേക്കാം, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുമ്പോ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഊഞ്ഞാലയില് ആകെപ്പാടെ വിഷമിച്ച് രേവതി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കുളിയും കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് സച്ചിറിനോട് ചോദിക്കാണ്, നീ ഈ വിഷയം ഇതുവരെ വിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. സച്ചി പറയാണ്, ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, നീയും കൂടി മിണ്ടാതിരുന്നപ്പോ നിനക്ക് വാദമെന്ന് പറഞ്ഞിടായിരുന്നോ എന്നൊക്കെ സച്ചി ചോദിക്കാണ്. പെട്ടെന്നാണ് അവള് സച്ചിയുടെ കഴുത്തിലേക്ക് നോക്കുന്നത്. കഴുത്തില് അവളുടെ മാല കാണുന്നില്ല. പെട്ടെന്നാണ് സച്ചിക്ക് മനസ്സിലാകുന്നത് മാലയില്ലെന്നുള്ളത് അവൾ കണ്ടല്ലോ എന്നുള്ളത്. രേവതി ചോദിക്കാണ്, അല്ല മാല എവിടെയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണ, അതെന്നൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാതെ ഞാൻ കൊളുത്ത് ഊരി പോവായിരുന്നു, അത് ഞാൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കൊടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കാണ്, സ്വർണ്ണമൊക്കെ അങ്ങനെ എവിടെയും കൊടുത്തിട്ട് വരാവോ, നമ്മൾ കൂടെ നിൽക്കേണ്ടേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, അത് വിശ്വസിക്കാവുന്ന കടയാ, എനിക്കറിയാവുന്ന കടയാ, 75 വർഷത്തെ പാരമ്പര്യമുള്ള കടയാ, അതുകൊണ്ട് വിശ്വസിക്കാം. കൊളുത്ത് നല്ല ലൂസാന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, എന്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ മേടിച്ച് കടയിൽ തന്നെ കൊണ്ട് മാറാറുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയുടെ പരങ്ങളും അവള് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സച്ചി പറയാണ്, അതെ, നമുക്കിന്ന് പുറത്തു പോകണം, നീ വരുമ്പോ റെഡിയായി നിക്കണമെന്ന് പറയുമ്പം രേവതി ചോദിക്കണം, അല്ല എങ്ങോട്ടേക്കാ പോണേ? എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി കൂടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്ക്. അപ്പൊ രേവതി ചോദിക്കാണ്, പാർട്ടിയോ? അതെ, നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ചെറിയൊരു പാർട്ടി. ഇന്നെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, വൈകിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിൻ നോക്കിയിട്ട് രേവതി വളരെ മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും അവളെ നോക്കി ഇന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രണയപരമായ ഒരു നോട്ടത്തിലിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാ ദിവസത്തെയും എപ്പിസോഡിനും അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.